ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇതിനു മുമ്പ് ഒരിക്കൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാനിടയുണ്ടായി. അതിൽ ഒരുപാട് ആളുകൾ കമൻ്റായി ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ സംഭവിക്കാനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊക്കെ തന്നെ അതിശക്തമായ ഒരു തലച്ചോറുണ്ട്. അതേപോലെ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും നടപ്പിലാക്കാൻ സാധിക്കുന്ന തക്ക വിധമുള്ള ശക്തിയുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡുമുണ്ട്. എങ്ങനെ നമുക്ക് ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ പുറത്തേക്ക് എടുക്കാം? അതിന് സഹായിക്കുന്ന ഒന്നാണ് വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഡ്രീം ബോർഡ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഡ്രീം ബോർഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം സംസാരിക്കാൻ പോകുന്ന വിഷയം. നമുക്ക് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് എന്നറിയാം. കോൺഷ്യസ് മൈൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം കാണുന്ന കാഴ്ചകളും അതിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള മനസ്സിനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഉപബോധ മനസ്സ് എന്ന് വിളിക്കുന്ന ആ ഒരു ശക്തമായ മനസ്സ്. ആ മനസ്സിലേക്ക് ഒരു കാര്യം എത്തിച്ചേർന്നാൽ പിന്നെ അത് നടപ്പിലാക്കുന്നത് വരെ നമ്മുടെ തലച്ചോറ് ക്ഷീണമില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതിന് സഹായിക്കുന്ന ഒന്നാണ് വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഡ്രീം ബോർഡ്. ഈ വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഡ്രീം ബോർഡ് തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ കൂടിയാണ്. എങ്ങനെ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാം? സ്റ്റെപ്പ് നമ്പർ 1, ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ഗോൾസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പേഴ്സണലായോ പ്രൊഫഷണലായോ സോഷ്യലായോ ഫൈനാൻഷ്യലായോ ഉള്ള ഗോളുകളെ കൃത്യമായി ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ക്രിയേറ്റ് ദ ലിസ്റ്റ്. ഈ ലിസ്റ്റാണ് തുടക്കം. 1000 മൈൽ ജേർണി ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. 1000 മൈലുള്ള യാത്രയും ആരംഭിക്കുന്നത് ഒന്നാമത്തെ ചവിട്ടുപടിയിലൂടെയാണ്. നമ്മുടെ വിഷൻ ബോർഡ് സൃഷ്ടിക്കാനായിട്ടുള്ള ഒന്നാമത്തെ ചവിട്ടുപടി ഇതാണ്: ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് യുവർ ഗോൾസ്. കൃത്യമായി ഗോളുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് എഴുതി വയ്ക്കാനായി തയ്യാറാവുക. ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത ശേഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോ തുടർന്ന് പിന്നീട് കണ്ടാലും മതി. നിങ്ങൾ ഇപ്പോൾ തന്നെ പേപ്പറും പേനയും എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, വാട്ട് ഡു യു വാണ്ട് ഇൻ യുവർ ലൈഫ്, എന്താണ് വേണ്ടതെന്നുള്ളത് കൃത്യമായ രീതിയിൽ ലിസ്റ്റ് ചെയ്യൂ. വൈ ആം ഐ ഹിയർ? എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്? ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് കൃത്യമായി നിങ്ങളുടെ ഗോളുകളെ പേപ്പറിലേക്ക് എഴുതി വെക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ഗോളുകൾ കൃത്യമായി എഴുതി കഴിഞ്ഞാൽ രണ്ടാമതായി ചെയ്യേണ്ടത് കളക്ട് പിക്ചേഴ്സ്. ആവുന്ന അത്രയും പടങ്ങൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആവുന്ന അത്രയും പിക്ചേഴ്സ് നിങ്ങൾ സ്വരൂപിക്കുക. മാഗസീൻസ് വഴി ആയിക്കൊള്ളട്ടെ, ന്യൂസ് പേപ്പർ വഴി ആയിക്കൊള്ളട്ടെ, ബാനേഴ്സോ പോസ്റ്റേഴ്സോ വഴി ആയിക്കൊള്ളട്ടെ, അതല്ല നിങ്ങൾ ഇന്റർനെറ്റിൽ കാണുന്ന ഒരു ഫോട്ടോ ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിൽ മാക്സിമം പിക്ചേഴ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇത് എന്തിനാണ് എന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. മാക്സിമം പിക്ചേഴ്സ്, കണ്ടെത്താൻ കഴിയുന്ന അത്രത്തോളം പിക്ചേഴ്സിനെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് വിഷൻ ബോർഡ് തയ്യാറാക്കാനായിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്ന പിക്ചേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 3, ഫൈൻഡ് ഇമേജസ്. നിങ്ങളുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി തരുന്ന, നിങ്ങളുടെ മനസ്സിന് മുൻപോട്ട് പോകാനായുള്ള ഒരു ശക്തി തരുന്ന, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന അത്തരത്തിലുള്ള ചിത്രങ്ങളെ നിങ്ങൾ കണ്ടെത്തിയെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മനോഹരമായ ഒരു വീട് പണിയാനാണെങ്കിൽ ഒരു വീടിന്റെ ഒരു ചിത്രമായിരിക്കാം നിങ്ങളുടെ മനസ്സിനൊരു ഇൻസ്പിറേഷൻ തരുന്നതെങ്കിൽ ആ ചിത്രം വെട്ടിയെടുത്ത് മാറ്റിവെക്കുക. അതേപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ സൗഹൃദമാണ് കൂടുതൽ മോട്ടിവേഷൻ തരുന്നത്. ഒരു കൂട്ടം കൂട്ടുകാർ ഒരുമിച്ച് കൈപിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ ആ ചിത്രം വെട്ടിയെടുത്ത് മാറ്റിവെക്കുക. അതല്ല, നിങ്ങൾ ഒരുപാട് പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പണത്തിന്റെ ഒരു ചിത്രം കാണുമ്പോൾ അതെടുത്ത് വെട്ടിയെടുത്ത് മാറ്റിവെക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചിത്രം കാണുമ്പോഴാണോ ആവേശഭരിതനാവുന്നത്, ഏത് ചിത്രം കാണുമ്പോഴാണോ മുൻപോട്ട് പലതും ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഇച്ഛാശക്തി ഉണ്ടാവുന്നത്, അത്തരത്തിലുള്ള ചിത്രങ്ങളെ കട്ട് ചെയ്ത് മാറ്റിവെക്കുക. ഫൈൻഡ് ഇമേജസ് ആൻഡ് കീപ് ഇറ്റ് സേഫ് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് രസകരമായ ഒരു ആക്ടിവിറ്റിയാണ്. കാര്യം ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു പോസിറ്റിവിറ്റി ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് വളരെ രസകരമായ ആക്ടിവിറ്റിയാണ്. ഇത് ഭംഗിയായ രീതിയിൽ തന്നെ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3ൽ നമ്മളെ ആവേശഭരിതനാക്കുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 4ൽ കളക്ട് അഫർമേഷൻസ്. നിങ്ങളെ പോസിറ്റീവായി ചിന്തിക്കാൻ സഹായിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ചലിക്കാൻ സഹായിക്കുന്ന ശക്തമായ വാക്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 4. ഉദാഹരണത്തിന് ഹാപ്പി എന്നുള്ള വാക്ക് വളരെ ശക്തമാണ്. ഹെൽത്തി എന്നുള്ള വാക്ക് അതിശക്തമാണ്. പവർഫുൾ എന്നുള്ള വാക്ക് ശക്തമാണ്. അൺസ്റ്റോപ്പബിൾ, ഫിയർലെസ്, ഇത്തരത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റിവിറ്റി നൽകുന്നതാണ്, നമ്മുടെ മനസ്സിന് ഒരു ശക്തി തരുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് ഇമോഷണലി ശക്തി തരുന്ന വാക്കുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 4.
നമ്മളിപ്പോൾ 4 കാര്യങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. നമ്പർ 1, കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ഗോളുകളെ ലിസ്റ്റ് ചെയ്യുക. നമ്പർ 2, മാക്സിമം പിക്ചേഴ്സ് മാഗസിൻ വഴിയോ മറ്റു വഴിയോ ഏതെങ്കിലുമൊക്കെ വഴി കളക്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 3, അതിൽ നിന്നും നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ എനർജൈസ് ചെയ്യുന്ന ചിത്രങ്ങളെ വെട്ടി മാറ്റി വയ്ക്കുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 4, കൃത്യമായി നിങ്ങൾക്കൊരു എനർജി നൽകുന്ന വാക്കുകൾ, അഫർമേഷൻസിനെ കണ്ടെത്തുക. ഇത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷൻ ബോർഡ് തയ്യാറാക്കാനായുള്ള റിസോഴ്സുകളായി എന്ന് പറയാം. ഇനി നമുക്ക് വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 5, ക്രിയേറ്റ് യുവർ വിഷൻ ബോർഡ്. എങ്ങനെ വിഷൻ ബോർഡ് തയ്യാറാക്കാം? വിഷൻ ബോർഡ് തയ്യാറാക്കാനായി നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഒരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഷീറ്റാണ്. ഇത്തരത്തിലൊരു ഷീറ്റ് വാങ്ങിച്ചതിന് ശേഷം ആ ഷീറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി നിങ്ങൾ വെട്ടിയെടുത്തിരിക്കുന്ന, നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ചിത്രങ്ങളെ പതിപ്പിക്കുക. ഓരോ ചിത്രങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേകതരം എനർജി നൽകുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അഫർമേഷനുകൾ, ആ പോസിറ്റീവ് വേർഡ്സും ഇടയ്ക്കിടെ എഴുതി വെക്കാൻ മറക്കാതിരിക്കുക. എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ മനോഹരമായ ഒരു ചിത്രം കൂടി എടുത്ത ശേഷം, ഒരു ഫോട്ടോ കൂടി എടുത്ത ശേഷം ഒട്ടിച്ചു വയ്ക്കുകയാണെങ്കിൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കുക. ഈ വിഷൻ ബോർഡ് തീർച്ചയായും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ ടാഞ്ചിബിൾ ഫോം ആയിരിക്കും. തൊട്ടു നോക്കാൻ കഴിയുന്ന ഒരു ഫോമിലേക്ക് നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എത്തിത്തീർന്നിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാഞ്ചിബിൾ കാര്യത്തിൽ നിന്നും നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടപ്പിലാക്കാനുള്ള ശക്തി കൊടുക്കുന്ന രീതിയിൽ തന്നെ എത്തിച്ചേരാൻ ഈ ഒരു വിഷൻ ബോർഡ് സഹായിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇത്തരത്തിലുള്ള ഒരു വിഷൻ ബോർഡ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലൂടെ സ്ഥിരമായ രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുകയും അതുവഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടപ്പിലാക്കാനായി അക്ഷീണം നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തൊട്ടു നോക്കാൻ കഴിയുന്ന ടാഞ്ചിബിൾ ആയ വിഷൻ ബോർഡ് തയ്യാറാക്കേണ്ടത് ഏതൊരു വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും അനിവാര്യമാണ്. 1000 വാക്കുകളേക്കാൾ ശക്തമാണ് ഒരു ചിത്രം എന്നാണ് പറയുന്നത്. ഇത്രയധികം ചിത്രങ്ങളുള്ള വിഷൻ ബോർഡ് എത്രയധികം ശക്തമായിരിക്കുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. വിഷൻ ബോർഡ് തയ്യാറാക്കാനുള്ള 5 സ്റ്റെപ്സ് ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1, ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് യുവർ ഗോൾസ്. നിങ്ങളുടെ ഗോൾസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. സ്റ്റെപ്പ് നമ്പർ 2, കളക്ട് പിക്ചേഴ്സ്. മാക്സിമം പിക്ചേഴ്സ് ഏതൊക്കെ രൂപത്തിൽ കിട്ടുന്നതാണോ അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് നമ്പർ 3, ഫൈൻഡ് യുവർ ഇമേജസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങളെ അതിൽ നിന്നും സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 4, ഫൈൻഡ് യുവർ അഫർമേഷൻസ്. അതിശക്തമായി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതി വെക്കുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 5, ക്രിയേറ്റ് യുവർ വിഷൻ ബോർഡ്. നിങ്ങളെ സക്സസിലേക്ക് നയിക്കുന്ന ആ വിഷൻ ബോർഡ് തയ്യാറാക്കുക. ഇത്തരത്തിലൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഈ വിഷൻ ബോർഡിന്റെ മുൻപിൽ നാം ചെലവഴിക്കേണ്ടതാണ്. അതിലെ ഓരോ ചിത്രങ്ങളും ഒന്ന് തൊട്ടു നോക്കാം, ഒന്ന് ഫീൽ ചെയ്യാം. ആ ഒരു പെർട്ടിക്കുലർ അവസ്ഥയിൽ നാം എത്തിച്ചേർന്നതായിട്ട് മനസ്സുകൊണ്ട് വിശ്വസിച്ച് തുടങ്ങാം. തീർച്ചയായും നിങ്ങൾ അവയിൽ എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത്തരത്തിൽ ശക്തമായി വിഷ്വലൈസേഷൻ ചെയ്ത ആളുകളൊക്കെ തന്നെ ലൈഫിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നതാണ്. ഐഡിയകളെ റിയാലിറ്റിയിലേക്ക് മാറ്റുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആവുമ്പോഴാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ വിഷൻ ബോർഡുമായി എല്ലാ ദിവസവും കുറച്ച് സമയം ചെലവഴിക്കുക. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പും എണീറ്റ ഉടനെയും വിഷൻ ബോർഡിലും നോക്കിയതിന് ശേഷം ജീവിതം മുൻപോട്ട് നയിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ പ്രയോറിറ്റികൾ കൃത്യമായി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോസസ്സ് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുകയും നിങ്ങളത് അച്ചീവ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. ഇത്തരത്തിൽ മനോഹരമായ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കാനും നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. കൂടാതെ മറ്റെന്തെങ്കിലും ചെയ്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ആക്ടിവേറ്റഡ് ആവുമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചോ കേട്ടോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമന്റായി ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മോട്ടിവേഷണലായ വീഡിയോസ് ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ watching this video. Wishing you all the very best. NK signing off.